ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ NSS ആസ്ഥാനത്ത് സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം എടുക്കാനും വന്നു, സംസാരിച്ചു, പോകുന്നു. രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ചർച്ചയായില്ല. ഇത് ഇന്ന് NDA മീറ്റിംഗ് ഉണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇത് ആദ്യത്തെ ഒരു NDA ഘടകത്തിൻ്റെ ആദ്യത്തെ ഒരു മീറ്റിംഗ് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ ലോക്സഭയിൽ നടന്ന ഒരു വലിയൊരു മൈൽ സ്റ്റോണാണ്. അതിനെപ്പറ്റിയും ചർച്ച ചെയ്യും NDA. അതുകൊണ്ട് എനിക്ക് ഒരു പോയിന്റ് പറയാൻ ആഗ്രഹം, ഇവിടെ ചില പാർട്ടികൾ ഇങ്ങനെ ഒരു മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇത് മുൻപത്തെ ജനങ്ങൾക്ക് അത് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ആവില്ല എന്ന്. ഇതിൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ ഇത് മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹരിക്കാനുള്ളൊരു ബില്ലാണ്. അതുകൊണ്ട് ഒരു ഡൗട്ടും ഉണ്ടാകാൻ പാടില്ല. മുൻപത്തെ ജനങ്ങളുടെ അവരുടെ അവകാശം, അവരുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈ ബില്ല് പാസ് ചെയ്ത ഉടനെ അവർക്ക് ആ അവകാശം കിട്ടും എന്ന് അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അത്തരം കാര്യങ്ങൾ ഈ സന്ദർശനത്തിൽ ചർച്ചയായോ? എന്തോ ഈ സന്ദർശനത്തിൽ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ചർച്ചയായിരുന്നു? ഇതിനെ പറ്റിയോ? ഇല്ലല്ല. അല്ല, ഈ കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ നിലപാടുകൾ എങ്ങനെയാണ് നോക്കുന്നത്? അല്ല, നമ്മൾ കണ്ടല്ലോ ഇന്നലെ അവർ കോൺഗ്രസ് എന്ന് പറഞ്ഞ കോൺഗ്രസും ഇന്ത്യ അലയൻസിലെ CPM-ഉം അവരുടെ ഒരു എപ്പീസ്മെൻറ്റ് പോളിറ്റിക്സ് ഇന്നലെ എക്സ്പോസ് ആയല്ലോ. അവരിങ്ങനെ ഒരു നാണമില്ലാത്തൊരു നുണയും പറഞ്ഞ് ഈ ആർട്ടിക്കിൾ മറ്റേ ആർട്ടിക്കിൾ വയലേഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും പറഞ്ഞ് അതെല്ലാം ഒരു നുണയാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മുനമ്പത്തെ ജനങ്ങളുടെ കൂടെ നിന്ന് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനല്ല അവരുടെ ഒരു കടുമ. അത് ഇന്നലെ അവർ ചെയ്തില്ല. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് അത് ചോദിച്ചാൽ അത് അവർ ചെയ്യുന്ന 20-30 കൊല്ലമായിട്ട് ഒരു എപ്പീസ്മെൻറ്റ് രാഷ്ട്രീയം, അതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ കാണുന്നത്. രാജ്യത്തിലെല്ലാവരും 3 മണി വരെ ഇന്നലെ ലോക്സഭ ഡിബേറ്റ് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ആ ഒരു രാഷ്ട്രീയം ഇന്ന് മുതൽ ഇവിടെ നിർത്തണം. ഒരു വികസനത്തിന് ഒരു പുതിയ അതിൻ്റെ ഒരു ആരംഭം ഇന്ന് തുടങ്ങണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. സെൻട്രൽ കേരള കോൺഗ്രസ് ഒക്കെ ഉണ്ട്, അവരുടെയൊക്കെ ഒരു സ്റ്റാൻഡ് പ്രത്യേകിച്ചും ക്രൈസ്തവ സഭകളുമായിട്ട് അത് അവരോട് ചോദിക്കണം. ഇന്നലത്തെ ആ പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവർക്കും ഒരു തെളിവ് കിട്ടിയല്ലോ. മുൻപത്തെ ജനങ്ങൾക്ക് ശരിക്കും ഒരു റിയൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ, അവരുടെ ഒരു റൈറ്റ് ടു പ്രോപ്പർട്ടീൻ്റെ ഒരു നല്ലൊരു ശരിക്കും ഒരു റിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവുമ്പോൾ ആരാണ് അവരുടെ കൂടെ? രാജീവ് ചന്ദ്രശേഖർ പെരുന്ന ആസ്ഥാനത്തെത്തി NSS ജനറൽ സെക്രട്ടറിയെ കണ്ടതിന് ശേഷമാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്.